കേരള ഗ്രാമീൺ ബാങ്കിന്റെ CSR ഫണ്ടിൽ നിന്നും 35,000 രൂപയോളം ചെലവഴിച്ച് ഈരാറ്റുപേട്ട പ്രതീക്ഷ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന് നൽകിയ വാട്ടർ പ്യൂരിഫയർ കൈമാറി. ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് VP നാസർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ CP ബാസിത്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ലാലീസ് കറിയ സ്വാഗതം പറഞ്ഞു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇൽമുന്നിസ ഷാഫി, കേരള ഗ്രാമീൺ ബാങ്ക് ഈരാറ്റുപേട്ട ബ്രാഞ്ച് മാനേജർ പ്രശാന്ത് K. ജയൻ, നഗരസഭാ കൗൺസിലർമാരായ ഷാജിദ വെളിയത്ത്, സുറുമി യൂസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കേരള ഗ്രാമീൺ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ സെറിൻ K. സെബാസ്റ്റ്യൻ, ഉല്ലാസ് MK, PTA അംഗം ആനന്ദവല്ലി ടീച്ചർ, മറ്റ് അധ്യാപകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വികസന മാനേജ്മെന്റ് കമ്മിറ്റി അംഗം സൈനുൽ ആബിദീൻ നന്ദി പറഞ്ഞു. ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങുന്നതിലൂടെ പ്രിയനായ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഡോക്ടർ MK മുനിയൻ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഈരാറ്റുപേട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന PK അലിയ, ഇപ്പോഴത്തെ കൗൺസിലർ അൻവർ അലിയാറിന്റെ പിതാവ് PK അലിയ സാഹിബിന്റെ സമയത്താണ് ഈ സ്കൂള് ഉദ്ഘാടനം ചെയ്തത്. അതിന് മുമ്പ് തന്നെ സ്കൂളിന് ആവശ്യമായിട്ടുള്ള സ്ഥലമെടുപ്പ്, അതിനുശേഷം കടന്നു വന്ന പഞ്ചായത്ത് ഭരണസമിതികളൊക്കെ നമ്മുടെ സ്കൂളിൽ സെറ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്കിവിടെ കുറേ പരിമിതികളുണ്ട്. എനിക്ക് തോന്നുന്നു സ്കൂൾ തുടങ്ങിയിട്ട് 1-2 തവണയെ വെള്ളം കയറുമെങ്കിൽ പോലും അതിശക്തമായ മഴക്കാലം വരുമ്പോഴത്തേക്കും ഈ തോട്ടിൽ നിന്നും വെള്ളം കയറി ഇവിടെ ഒരു പ്രയാസം ബുദ്ധിമുട്ടുള്ള സാഹചര്യമുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ ബിൽഡിംഗ് 2ാം നില പണി കൊടുത്തിരിക്കുകയും അതിൻ്റെ ബാക്കി പണികളൊക്കെ ഇനി ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഫർണിച്ചറൊക്കെ ഒരുപാട് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് വെള്ളം കയറുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ നമുക്കിനി കുറേ കാര്യങ്ങൾ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പ്രിയപ്പെട്ട മന്ത്രിയുമായിട്ട് നമുക്കുള്ള ഒരു ആത്മബന്ധം, പ്രത്യേകിച്ചും പ്രിയപ്പെട്ട ബാസിത്തിനുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അവർ തമ്മിൽ ഒരേ കാലഘട്ടത്തിൽ സംഘടനാ ഭാരവാഹികളായ വലിയ വ്യക്തികൾ പറഞ്ഞു വന്നത് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, പ്രയോജനപ്പെടുത്തുന്നത്. സ്കൂളിൽ ചെറുമാകുന്നതിന് ഞാൻ പ്രിയപ്പെട്ട ബാസിത്തും നമ്മുടെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ചേർന്ന് ഇവിടെ ഇവിടെയുള്ള യൂണിയൻ നേതാക്കന്മാരൊക്കെ ഉണ്ട്, മന്ത്രിമാരെല്ലാം കണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രാഥമികമായി നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഗവൺമെന്റ് ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രവർത്തനത്തിന്റെ ഒരു തലത്തിലേക്ക് കടക്കുന്നത് നമ്മുടെ മനസ്സിലുണ്ടാവുമെന്ന് ടീച്ചർമാരൊക്കെ പിന്നെ എന്താ പറയുക ഓർമ്മപ്പെടുത്തിയാണ് കാര്യങ്ങളാണ് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ നഗരസഭ ഗവൺമെന്റുമായിട്ട് നല്ല നിലയിൽ സഹകരിക്കാൻ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം തീരുമാനം. ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെയും പിന്തുണയും പിന്നെ സഹകരണവും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കട്ടെ. നന്ദി, നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിനായിട്ട് നിങ്ങൾ കാണിച്ച മനസ്സ് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ ഏറ്റവും നല്ല ഒരു രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബഡ്സുകളിലായിട്ട് ചെയ്യാനുണ്ട്. അതിനൊക്കെ നമ്മൾ 2026-2027 നമ്മൾ കുറച്ച് ഫണ്ട് വെച്ചിട്ടുണ്ട് മുനിസിപ്പാലിറ്റിക്ക്. അതിന് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള എല്ലാ ഇടപെടലുകളും നഗരസഭ ചെയ്യുന്നതാണ്. ഈ ബഡ് സ്കൂളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇരുന്ന ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റുമാരും ചെയർമാന്മാരും ഒക്കെ ശ്രദ്ധിച്ച് അതിനും അപ്പുറമായി പരിശ്രമങ്ങളാണ്, അതിൻ്റെ വഴികളാണ് നഗരസഭ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ സ്കൂൾ മെച്ചപ്പെടുത്താം, അതിനുവേണ്ടി ഏതൊക്കെ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ മീറ്റിംഗ് നടന്നിരുന്നു. തുടർന്ന് നമ്മുടെ ഈ സ്കൂൾ സന്ദർശിക്കാൻ അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം